ഗവൺമെന്റ് ശരിയായ രീതിയിൽ മാനേജ്മെന്റ് സംവിധാനം കൈകാര്യം ചെയ്തപ്പോഴാണ് കമ്മി വലിയ രീതിയിലില്ലാതെ അത് കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞ ഇന്ത്യൻ സംസ്ഥാനത്തിലുമായി കേരളത്തിന് മാറാൻ കഴിഞ്ഞു. 87% അധിക വിഭവം കണ്ടെത്താൻ കേരളത്തിലെ ഗവൺമെന്റിനായി എന്നുള്ളതാണ് ട്രഷറി അടക്കാതിരിക്കാനുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ അർത്ഥത്തിലും വികസിതമായ ഒരു കേരളത്തെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂലധന നിക്ഷേപം വേണം. തൊഴിലില്ലായ്മ പരിഹരിക്കണമെങ്കിൽ രണ്ട് ഭാഗം കൈകാര്യം ചെയ്യണം. ഒന്ന്, സ്വയം സംരംഭകരെ കണ്ടെത്തുക. അതിന്റെ ഭാഗമായിട്ടാണ് 1 ലക്ഷം സംരംഭകരെ കണ്ടെത്തണമെന്ന് ഒന്നാം പിണറായി ഗവൺമെന്റ് കഴിഞ്ഞ് രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ ആദ്യ വർഷം തന്നെ നമ്മൾ തീരുമാനിച്ചു. 1 ലക്ഷം ആളുകളെ രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു, പുതിയ യൂണിറ്റുകളായിട്ട്, സംരംഭകരായിട്ട്. അത് 1,30,000 ഉയർന്നു. കഴിഞ്ഞ 3 കൊല്ലത്തിന്റെ അനുഭവം 3,50,000 സ്വയം സംരംഭകരെ രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും 100 കോടി രൂപ വരെ അത്തരത്തിലുള്ള ചെറുകിട സംരംഭത്തിന്റെ ഭാഗമായിട്ടുള്ള നിക്ഷേപം വന്നു എന്നുള്ളതുമാണ്. ഏതാണ്ട് 7 ലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിൽ നൽകാൻ കഴിഞ്ഞു. മറ്റ് വിവിധ മേഖലകളും PSCയും എല്ലാം ചേർന്ന് ഇപ്പോഴേ ഏതാണ്ട് കേരളത്തിൽ 10 ലക്ഷത്തിലധികം ആളുകൾക്ക് പുതുതായിട്ട് തൊഴിൽ ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായി. KEDSC ഉൾപ്പെടെ, കേരള നോളജ് എക്കണോമി മിഷൻ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്. ഇപ്പോൾ തന്നെ നിരവധി ആളുകൾക്ക് തൊഴിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിഴിഞ്ഞ പദ്ധതി ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ കവാടം പോലെ വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളപ്പെടുത്തലായിട്ട് മാറുമ്പോൾ 1-2 ജില്ലയിലെ അതിവിപുലമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളിലേക്ക് അത് കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ അതുവഴി കഴിയും. കൊച്ചിയെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. കൊച്ചി പാലക്കാട് വഴി കോയമ്പത്തൂരിലേക്കുള്ള ഇടനാഴി, വ്യാവസായിക ഇടനാഴി ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. 14,000-ലധികം ഏക്കർ ഭൂമി തന്നെ നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. വലിയ ഒരു ഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. കോഴിക്കോട് മംഗലാപുരത്തേക്കുള്ള കോറിഡോർ, അതും വ്യാവസായിക ശൃംഖലയുടെ ഭാഗമാണ്. ഇതിനെല്ലാം ആവശ്യമുള്ള പണം എവിടെ എന്ന ചോദ്യമായിരുന്നു ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് നമുക്കൊരു കാര്യം വ്യക്തമായത്. കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് ചേർന്നിട്ടുള്ള 26 രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുത്ത 2,500ഓളം പ്രതിനിധികളെ ചേർത്ത് അവിടെയുള്ള വ്യവസായികൾ ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടത്തിയപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വന്നിട്ടുള്ള അതിന്റെ കൃത്യമായിട്ടുള്ള നിക്ഷേപിക്കാൻ തയ്യാറായി വന്നിട്ടുള്ള ഓഫർ ഏതാണ്ട് 2 ലക്ഷം കോടി രൂപയുടേതാണ്. വ്യവസായ വകുപ്പ് മന്ത്രി രാജീവ് തന്നെ പറഞ്ഞ ഒരു മാസം കൊണ്ട് 10,000 കോടി രൂപയുടെ പുതിയ സംരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോകുന്നു എന്നാണ്. നമുക്ക് മാസാമാസം ഒരു 10,000-10,000-ത്തിലേക്ക് എത്തിക്കാൻ പറ്റും. വലിയ ഒരു ശൃംഖലയാണ് രൂപപ്പെട്ട് വരാൻ പോകുന്നത്. അപ്പോൾ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള യുവതികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന രീതിയിൽ അതിന് നല്ല പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്താൻ ഈ ഗവൺമെന്റിന് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഓരോ മേഖലയിലും, അത് കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും തൊഴിൽ മേഖലയിലും എല്ലാ മേഖലയിലും ഒരു പുതിയ തരത്തിലേക്ക്, കാരണം ഇന്ത്യ ഗവൺമെന്റിന്റെയും ലോക മുതലാളിത്തത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നു, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്നു എന്നുള്ളതാണ്. ഇതിനാണ് മുതലാളിത്ത പ്രതിസന്ധി എന്ന് പറയുക. അതിനെ മറികടന്നുകൊണ്ട് ഏറ്റവും പിന്നിൽ നിൽക്കുന്ന മനുഷ്യരെ കൂടുതൽ മുന്നോട്ടേക്ക് നയിക്കുക. ഇതാണ് ബദൽ. എന്താണ് ബദൽ എന്ന് ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. അതാണ് ബദൽ. നേരത്തെ ഇത് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക. ഇതാണ് മുതലാളിത്ത പ്രതിസന്ധി. ഇവിടെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന മനുഷ്യരെ നല്ലതുപോലെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുക. ആ തരത്തിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, സഖാവ് പിണറായി തന്നെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ വികസിത അർദ്ധവികസിത രാജ്യങ്ങളിലെ എന്ന് പറഞ്ഞാൽ 400 കൊല്ലക്കാലം വികസനം നേടിയ രാജ്യത്തെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ 1957 മുതലാണ് യഥാർത്ഥത്തിൽ ഈ വികസനത്തിന്റെ പാതയിലേക്ക് വരുന്നത്. അത്ര ചെറിയ വർഷമായിട്ടുള്ളൂ. ഈ വികസനം നേടിയിട്ടുള്ള വികസിത അർദ്ധവികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വികസനത്തിന്റെ നിലപാടായിട്ട് മുന്നോട്ടേക്ക് വെച്ചത്. അപ്പോൾ ഇവിടെ വികസനം ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ പ്രഖ്യാപിച്ചത്. ഇവിടെ വികസനം മാത്രമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ അജണ്ട വികസനം തന്നെയാണ്. വികസനം പറയാൻ UDFകാർക്ക്
സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. കാരണം പറഞ്ഞാൽ പിന്നെ ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും എന്നുള്ളതുകൊണ്ട് വികസനം എന്ന് പറയുന്ന കാര്യം അവർ മിണ്ടുന്നില്ല. അപ്പോൾ നല്ല വികസന നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ കേരളത്തെ പുതിയ കേരളമാക്കി മാറ്റാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിജ്ഞാബദ്ധമാണ്. ആ നിലപാടാണ് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത്.